എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ ഒരു ഡാറ്റ എൻട്രി വർക്കൊക്കെ ചെയ്യുന്നവർക്കും, അല്ലെങ്കിൽ സ്കൂളുകളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നവർക്കും, അല്ലെങ്കിൽ ഓഫീസുകളിൽ ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇരുന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതി. സിസ്റ്റം ഓട്ടോമാറ്റിക്കലി നമുക്കത് ടൈപ്പ് ചെയ്ത് തരും. അപ്പം ഇന്നത്തെ ക്ലാസ് ആരും മിസ്സാക്കണ്ട. പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്ലാസ്. അതായത് ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും കമ്പ്യൂട്ടർ ഞങ്ങൾക്ക് ഇനിയും പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല കമ്പ്യൂട്ടറിനെ പറ്റി, അപ്പൊ അത് പഠിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ്. നമ്മൾ ജസ്റ്റ് അവരൊന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ തന്നെയാണെങ്കിലും ഒരു കോൺഫിഡൻസ് ആയിട്ട് അവർക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാകും. അപ്പം അതാണ് നമ്മളുടെ ഒരു ബേസിക് ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം കോഴ്സിൽ ആർക്കെങ്കിലും നമ്മളുടെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവരെ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവരെ ഞാൻ ജസ്റ്റ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. നമുക്കപ്പം ഇന്നത്തെ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. സോ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യണ്ട. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ചെയ്ത് തരും. അപ്പം ഡാറ്റ എൻട്രി ജോലി ചെയ്യുന്നവർക്കും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു ബെസ്റ്റ് ക്ലാസ് ആണ് നമ്മളുടെ ഇന്നത്തേത്. അപ്പൊ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് MS വേർഡിലാണ്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് നോട്ട് പാഡ് ആണെങ്കിൽ നോട്ട് പാഡ്, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണോ അവിടെ എല്ലാം നമുക്ക് ഈ ഒരു കാര്യം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ MS വേർഡിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് MS വേർഡിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ആദ്യം MS വേർഡിനെ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഇവിടെ ഡെസ്ക് ടോപ്പിൽ തന്നെ ഞാൻ MS വേർഡിന്റെ ഒരു ഐക്കൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതായോണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനെ നമ്മൾ ഡെസ്ക് ടോപ്പിലോട്ട് കൊണ്ടുവരുന്നതിന്റെ ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ MS വേർഡിനെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു MS വേർഡിലോട്ട് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത്, ചുമ്മാ ഇങ്ങനെ മൗസ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് അതിന്റെ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവെക്കുക. ഇന്ന സ്ഥലത്തൊന്നില്ല, ഈ MS വേർഡ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഈ പടം കാണുന്നതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ 2 തവണ ക്ലിക്ക് ചെയ്യണം. നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആയി വരത്തില്ല. നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്നത് സെലക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് ആ ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഡബിൾ ക്ലിക്ക് ആണ്. അതായത് 2 തവണ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മൾ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും സെയിം കാര്യമാണ്. ടച്ച് പാഡിൽ അടുപ്പിച്ച് 2 തവണ ടച്ച് ചെയ്യണം. നമ്മൾ ഒരു തവണ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് സെലക്ട് ആകത്തേ ഉള്ളൂ. അങ്ങനെ 2 തവണ നമ്മൾ അടുപ്പിച്ച് ടച്ച് ചെയ്യണം. ഒരു ടച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി സമയം എടുത്തിട്ട് അടുത്ത ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവത്തില്ല. അടുപ്പിച്ച് പടപടാന്ന് നമ്മളിങ്ങനെ 2 തവണ ടച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് MS വേർഡ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ആവശ്യം ഒന്നുമില്ലാത്തൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. സോ ഇവിടെ ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. വലിയൊരു പടമാണ്, അതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് ആ ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടച്ച് പാഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് MS വേർഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പൊ നമ്മളുടെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ MS വേർഡ് ഒക്കെ ഓപ്പൺ ആക്കി വെച്ചു. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യം സിസ്റ്റം തന്നെ എങ്ങനെ ചെയ്തു തരുമെന്ന് നോക്കാം. സിമ്പിൾ സ്റ്റെപ്പാണ്, പ്രയാസമൊന്നുമില്ല. നമ്മുടെ കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ വിൻഡോസിന്റെ ഒരു സിമ്പിൾ ഉള്ള കീ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് കീബോർഡിന്റെ ഈ ഒരു ഓൺ സ്ക്രീൻ കീബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഇതാണ് വിൻഡോസിന്റെ സിമ്പിൾ ഉള്ള ഒരു കീ. അതായത് വിൻഡോസിന്റെ കീ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ ഏറ്റവും താഴത്തെ റോയില് Alt കീ, അതുപോലെ തന്നെ അതിന്റെ തൊട്ടിപ്പുറത്ത് വിൻഡോസ്, ദെൻ കൺട്രോള്, ദെൻ ഫംഗ്ഷൻ കീ, ഇത്രയും കാര്യങ്ങൾ കാണാം. അപ്പൊ ഇതിനകത്ത് രണ്ടാമത്തെ ആളാണ് വിൻഡോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വിൻഡോസ് കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് എച്ചും ഒരുപോലെ പ്രസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഈ 2 കീയും പ്രസ് ആയിരിക്കണം. അതായത് ഒരു ഫിംഗർ കൊണ്ട് വിൻഡോസ് കീയും അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബറ്റ് എച്ചും പ്രസ് ചെയ്യണം. അപ്പൊ ഇത് നമ്മുടെ ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ്
ഞാൻ വിൻഡോസ് കീ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു ആൽഫബറ്റ് എച്ച് പ്രസ് ചെയ്യുന്നത്. നമ്മള് കീബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഓൺ സ്ക്രീൻ കീബോർഡ് അല്ല, നമ്മളല്ലാതെ കീബോർഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫിംഗർ കൊണ്ട് ഈ ഒരു വിൻഡോസ് കീ പ്രസ് ചെയ്ത് പിടിക്കണം, അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബറ്റ് എച്ചും പ്രസ് ചെയ്യണം. അതായത് അറ്റ് ദ സെയിം ടൈം രണ്ട് കീയും പ്രസ് ആയിരിക്കണം. ജസ്റ്റ് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ വിൻഡോസിന്റെ കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് എച്ചും കൂടെ ഒരേ സമയം പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു മൈക്രോഫോണിന്റെ സിമ്പൽ ഒക്കെ ആയിട്ടുള്ള ഒരു ഐക്കൺ അവിടെ വരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വിൻഡോസ് കീയും ആൽഫബറ്റ് എച്ചും കൂടെ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ മൈക്രോഫോണിന്റെ സിമ്പലും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അത് ഓൺ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അത് സ്ക്രീനിൽ ടൈപ്പ് ചെയ്യും. പക്ഷെ മലയാളം സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ പറയുന്ന മലയാളം അത് അവിടെ ടൈപ്പ് ചെയ്യാത്തത്. പക്ഷെ നമ്മൾ പറഞ്ഞതിനകത്ത് ഒരു ഇംഗ്ലീഷ് വേർഡ്, അതായത് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്നത് അവിടെ അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇംഗ്ലീഷിലെ കുറെ കാര്യം ഒന്ന് പറഞ്ഞു നോക്കാം. അത് ടൈപ്പ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാകും. Computer is an electronic machine which can perform variety of works at a great speed. അപ്പൊ ഞാൻ പറഞ്ഞ അത്രയും കാര്യം അത് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഡാറ്റ എൻട്രി വർക്ക് ചെയ്യുന്നവർക്കും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കും സ്കൂളുകളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തയ്യാറാക്കുന്നവർക്കും എല്ലാം ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ നിങ്ങൾക്കത് എളുപ്പമായി എന്ന് കൂടെ പറയുക. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.